9 മണി വാർത്ത തുടങ്ങുന്നു. രാഷ്ട്രീയമായി വലിയ രീതിയിൽ ചൂടുപിടിക്കുന്ന ഒരു ദിവസമാണ്. പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ആ എഫ്ഐആറിന്റെ വിശദാംശങ്ങൾ വരുമ്പോൾ ഗുരുതരമായ വകുപ്പുകളാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ വേഗത്തിൽ. പീഡന പരാതിയിൽ പാലക്കാട് എംഎൽഎ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. വലിയമല പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്ന കേസ്. അന്വേഷണം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിൽ. ആവശ്യമെങ്കിൽ വനിതാ IPS ഉദ്യോഗസ്ഥയെയും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെടുത്തും. രാഹുലിനെതിരായ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്ന് VK ശ്രീകണ്ഠൻ MP. രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു. ആദ്യം ഉണ്ടാക്കിയത് പുകമറയാണ്. രാഹുൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങിയത് വ്യക്തിപരമായ തീരുമാനമെന്നും ശ്രീകണ്ഠൻ. രാഹുലിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോട്ടയിലെന്ന് ദീപ്തി മേരി വർഗീസ്. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. പരാതിക്കാരിയെ ഒരു കോൺഗ്രസുകാരനും അധിക്ഷേപിച്ചിട്ടില്ല. അത് ശരിയായ രീതി അല്ലെന്നും ദീപ്തി മേരി വർഗീസ്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ റിമാൻഡിലുള്ള മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് മുരാരി ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണവുമായും സഹകരിച്ചിട്ടുണ്ടെന്നും ഒരു മുൻ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും മുരാരി ബാബു ഹർജിയിൽ പറയുന്നു. ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. 4-ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി S. ജയശ്രീ, 6-ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാർ എന്നിവരുടെ ഹർജികളാണ് കോടതി പരിഗണിക്കുക. വിചാരണ കോടതികൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. കോട്ടയം കണമലയിൽ തീർത്ഥാടക വാഹനം നിയന്ത്രണം വിട്ട് മറിഞ്ഞ അപകടം. പുലർച്ചെ 3 മണിയോടെയായിരുന്നു അപകടമുണ്ടായത്. വളവിൽ നിയന്ത്രണം വിട്ട ബസ് കൈവരിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 5 പേർക്ക് പരിക്കേറ്റു. യൂത്ത് ലീഗ് പ്രവർത്തകനായിരുന്ന ഒതായി പള്ളിപ്പറമ്പൻ മനാഫ് വധക്കേസിൽ മഞ്ചേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ഇന്ന് വിധി പറയും. 4 പ്രതികളാണ് കേസിൽ വിചാരണ നേരിട്ടത്. കൊലപാതകം നടന്ന ശേഷം ഒളിവിൽ പോയ പ്രതികൾ 25 വർഷങ്ങൾക്ക് ശേഷമാണ് പിടിയിലായത്. സെന്യാർ ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിഞ്ഞതോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചുഴലിക്കാറ്റ് ഡിറ്റ്വ രൂപപ്പെട്ടു. ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. മറ്റന്നാൾ ഡിറ്റ്വ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളെ ബാധിക്കാൻ സാധ്യത. ഡിറ്റ്വ കേരളത്തിന് ഭീഷണിയാകില്ലെന്ന് സൂചന. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ പാർപ്പിട സമുച്ചയങ്ങൾക്ക് തീപിടിച്ച് മരിച്ചവരുടെ എണ്ണം 55ആയി. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന് റിപ്പോർട്ട്. 300ഓളം പേരെ കാണാനില്ല. വാങ് ഫുക് കോട്ട് ഹൌസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിടത്തിലെ 7ഓളം ബ്ലോക്കുകളിലേക്കാണ് തീ പടർന്നത്. വാഷിംഗ്ടണിൽ നാഷണൽ ഗാർഡ്സിന് നേരെ വെടിയുതിർത്തത് അഫ്ഗാനിൽ CIA വേണ്ടി പ്രവർത്തിച്ച ഏജന്റ് റഹ്മാനുള്ള ലക്കൻവാൽ എന്നയാൾ. അമേരിക്കയ്ക്ക് വേണ്ടി അഫ്ഗാനിൽ വലിയ പ്രവർത്തനങ്ങൾ നടത്തി. തുടർന്ന് ബൈഡൻ ഭരണകൂടത്തിന്റെ താൽപര്യത്തിലാണ് അമേരിക്കയിലേക്ക് ഇയാൾ കുടിയേറിയതെന്നാണ് FBI അറിയിക്കുന്നത്. അക്രമിയുടെ വെടിയേറ്റ US നാഷണൽ ഗാർഡ് സൈനിക മരണത്തിന് കീഴടങ്ങി. 20-കാരിയായ സാറ ബെക്സ്ട്രോമാണ് മരിച്ചത്. വിശദമായ വാർത്തകൾ നോക്കാം. പീഡന പരാതിയിൽ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ്. തിരുവനന്തപുരം വലിയമല പോലീസ് സ്റ്റേഷനിലാണ് FIR രജിസ്റ്റർ ചെയ്തത്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് കേസ്. 20 പേജുള്ള മൊഴിയിൽ രാഹുലിനെതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണുള്ളത്. അശാസ്ത്രീയ ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു. മെഡിക്കൽ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ ഗർഭനിരോധന മരുന്ന് രാഹുൽ സുഹൃത്ത് മുഖേന എത്തിച്ചു നൽകി. മരുന്നുകൾ കഴിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തിയെന്നുമാണ് മൊഴി. പെൺകുട്ടിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കേസിൽ കുരുക്ക് മുറുകിയതോടെ മുൻകൂർ ജാമ്യാപേക്ഷയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയെ സമീപിക്കും. ഇന്നലെ രാത്രി മുതൽ രാഹുലിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. വിവരങ്ങളുമായി ഡാൻ കുര്യൻ. ഡാൻ, ഈ വലിയമല പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത FIRന്റെ വിശദാംശങ്ങൾ ലഭ്യമാണോ? കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് ഗുരുതരമായ വകുപ്പുകൾ, അത് BNS പ്രകാരമാണെങ്കിലും MTP ആക്ട് പ്രകാരമാണെങ്കിലും വളരെ ഗൗരവമേറിയ കുറ്റങ്ങളാണ് ഇപ്പോൾ രാഹുലിനെതിരെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ?
തിരുവനന്തപുരം റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി നടന്ന മണിക്കൂറുകൾ നീണ്ട മൊഴിയെടുക്കുന്നതിനിടയിലാണ് ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്കെതിരെ ഈ പരാതിക്കാരിയായ യുവതി നടത്തിയിരിക്കുന്നത്. കൃത്യമായ തെളിവുകളടക്കമാണ് ഉദ്യോഗസ്ഥർക്ക് യുവതി ഈ മൊഴി നൽകിയിരിക്കുന്നത്. അതായത് ഈ അശാസ്ത്രീയമായ ഗർഭചിത്രത്തിന് തന്നെ പ്രേരിപ്പിച്ചു, അതിനുവേണ്ടി സുഹൃത്ത് മുഖേന മരുന്ന് എത്തിച്ചു നൽകി, ആ മരുന്ന് കഴിച്ചോ എന്ന വീഡിയോ കോളിലൂടെ ഉറപ്പുവരുത്തി, അങ്ങനെ നിർബന്ധിച്ച് മരുന്ന് കഴിപ്പിച്ചു. തുടർന്ന് രക്തസ്രവം അനിയന്ത്രിതമായതോടെ തിരുവനന്തപുരത്തെ ഒരു ആശുപത്രിയിൽ ചികിത്സ തേടി. വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് വഴിവെക്കാവായിരുന്ന മരുന്നാണ് ഈ ഗർഭനിരോധനത്തിനായി ഗർഭചിത്രത്തിനായി നൽകിയത് എന്നാണ് യുവതി മൊഴി നൽകിയത്. ഈ മരുന്ന് കഴിച്ചത് ആരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് ഡോക്ടർ ആവർത്തിച്ച് ചോദിച്ചിട്ടും അതിന് വ്യക്തമായ മറുപടി നൽകിയിരുന്നില്ല യുവതി. എടുത്തു പറയേണ്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് ഈ മരുന്ന് എത്തിച്ചു നൽകിയ രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തായ ഒരു യുവ വ്യവസായിയിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം എത്തുകയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ സുഹൃത്തിനെ വിശദമായി തന്നെ ചോദ്യം ചെയ്യുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഡോക്ടർമാരുടെ കർശനമായ മാനദണ്ഡങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് മാത്രം കഴിക്കേണ്ട ഒരു മരുന്ന് ഒരു വ്യക്തി മുഖേന, ഒരു പുറത്തു നിൽക്കുന്ന ഒരാൾ മുഖേന വളരെ ലാഘവത്തോടെ ഇൻഫോർമലായ രീതിയിൽ യുവതിയുടെ കൈവശം എത്തിച്ചു നൽകാൻ എങ്ങനെ കഴിഞ്ഞു? ഈ മരുന്ന് എവിടെ നിന്നാണ് എത്തിച്ചു നൽകിയത്? ഇത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മരുന്ന് കൊടുത്തുവിട്ടത്? ഇതടക്കമുള്ള കാര്യങ്ങളിൽ പോലീസിന്റെ അന്വേഷണം എത്തും. അങ്ങനെയാണെങ്കിൽ വളരെ കുറ്റകരമായ വളരെ ഗുരുതരമായ പിഴവുകളാണ് ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് സംഭവിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാക്കുന്ന വിവരങ്ങളാണ് മൊഴിയായി യുവതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിന് മുമ്പിൽ നൽകിയ മൊഴി അതിൽ നിയമസാധുത കൈവരണമെങ്കിൽ അത് രഹസ്യമൊഴിയായി 164 സ്റ്റേറ്റ്മെന്റായി രേഖപ്പെടുത്തേണ്ടതുണ്ട്. ആ സ്റ്റേറ്റ്മെന്റ് ഇന്ന് നെടുമങ്ങാടോ നെയ്യാറ്റിങ്കരയിൽ, ഒരുപക്ഷെ നെയ്യാറ്റിങ്കര കോടതിയിലായിരിക്കും യുവതിയുടെ ഒരു സൌകര്യം കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും കോടതിയിൽ രഹസ്യമൊഴി മജിസ്ട്രേറ്റിന് മുമ്പിൽ രേഖപ്പെടുത്തുക. അതിനുശേഷമായിരിക്കും ഈ കേസിലെ തുടർ നീക്കങ്ങൾ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത്ര ശുഭകരമായ ഒരു സാഹചര്യമല്ല നിലവിൽ. കൈവശം അദ്ദേഹത്തിന്റെ കയ്യിലും യുവതിയുമായി സൌഹാർദ്ദത്തിലുണ്ടായിരുന്ന സമയത്ത് അവർ ഒരുമിച്ചെടുത്ത അല്ലെങ്കിൽ അവർക്ക് ഒരുമിച്ചിടയിലുണ്ടായ സൌഹാർദ്ദങ്ങളുമായി ബന്ധപ്പെട്ട ചില ശബ്ദ സംഭാഷണങ്ങളടക്കമുണ്ട്. അത് കോടതിയിൽ ഹാജരാക്കുമെന്നാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അത് എത്ര കണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന് ഉറപ്പില്ല. കാരണം ഇവിടെ കുരുക്കാകാൻ പോകുന്നത് ഈ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിന് പകരം ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 86ഉം 89ഉം അനുസരിച്ച് ഒരു വ്യക്തിയുടെ സമ്മതമില്ലാതെ അവരെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയോ ഗർഭചിത്രം നടത്തുകയോ ചെയ്താൽ വലിയ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വലിയ കുറ്റമാണത്. അത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അങ്ങനെ ഒരു കുറ്റം രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യം വന്നാൽ രാഹുലിന് അത് വല്ലാത്ത പ്രതിരോധമായി മാറും. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാകും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ തുടർ നീക്കങ്ങൾ എന്നതാണ് ശ്രദ്ധേയം. നേരത്തെ വെരിയമല പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ്. പ്ലേസ് ഓഫ് ഒക്കറൻസ് നേമം പോലീസ് സ്റ്റേഷൻ പരിധിയിലായതുകൊണ്ട് നേമത്തേക്ക് മാറിയിരിക്കുന്നത്. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തോംസൺ ജോസിന്റെ മേൽനോട്ടത്തിലായിരിക്കും ഈ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളും നടക്കുക. ഒരു കാര്യം ഉറപ്പാണ്, ഒരു പക്ഷേ ചില പരാതികൾ കൂടി വരാൻ സാധ്യതയുണ്ട് എന്ന വിലയിരുത്തലാണ് പോലീസും സർക്കാരും. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന പരാതിയിൽ ഈ കുറ്റകൃത്യം നടന്ന സ്ഥലം നേമം പോലീസ് സ്റ്റേഷൻ പരിധിയായതിനാൽ അവിടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഇനി സമാനമായ തരത്തിൽ ഇരകൾ നേരിട്ട് കൂടുതൽ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായാൽ ഒരുപക്ഷെ ഈ കേസിന്റെ അന്വേഷണം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറും. പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കാനാണ് സാധ്യത. നിലവിലൊരു അന്വേഷണ സംഘം ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് ഒരു വനിതാ IPS ഉദ്യോഗസ്ഥയെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ അന്വേഷണ സംഘത്തിന് ഒരുപക്ഷെ രൂപം നൽകിയേക്കും. കൂടുതൽ പരാതികൾ വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ചില സൂചനകൾ പോലീസിനും അതോടൊപ്പം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു നീക്കം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അതിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അഭിഭാഷകരുമായി നിയമവിദഗ്ധരുമായൊക്കെ കൂടിയാലോചന നടത്തിയ ശേഷം മുൻകൂർ ജാമ്യത്തിന് സാധ്യത തേടുന്നത്. എന്തായാലും കോടതി അത് പരിഗണിക്കും. MLA എന്ന പ്രിവിലേജ് രാഹുൽ മാങ്കൂട്ടത്തിന് നൽകിയ ശേഷം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുമ്പിൽ കർശന ഉപാധികളോടെ ചോദ്യം ചെയ്യലിന് അല്ലെങ്കിൽ മറ്റ് നിയമ നടപടികളുമായി സഹകരിക്കണമെന്ന തരത്തിലുള്ള ഒരു തീരുമാനമായിരിക്കും വരികയെന്ന പ്രതീക്ഷയിലാണ് രാഹുലുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ഉള്ളത്. എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ സർക്കാർ വൃത്തങ്ങളുടെ ഭാഗത്തുനിന്ന് അടക്കമുണ്ടാകും. വലിയ പ്രതിഷേധങ്ങൾക്ക് ഇന്നും സാധ്യത തെളിയുകയാണ്. അതേസമയം കോൺഗ്രസ് നേതൃത്വം കരുതലോടെ മാത്രമാണ് ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്. ഒരു തവണ നടപടിയെടുത്ത് കഴിഞ്ഞതാണ്. ഒരു വിഷയത്തിൽ എങ്ങനെയാണ് 2 തവണ നടപടിയെടുക്കുക എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് വനിതാ നേതാക്കൾ
അടക്കം രംഗത്തെത്തുന്നുണ്ട്. അതേസമയം വീണ്ടും പ്രതിരോധത്തിലാകുന്ന തരത്തിലുള്ള ആരോപണങ്ങളോ തെളിവുകളോ പുറത്തുവരുന്ന സാഹചര്യമുണ്ടായാൽ രാഹുൽ മങ്കൂട്ടത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കാലത്ത് കടുത്ത നടപടിയെടുക്കാൻ കോൺഗ്രസ് നേതൃത്വം നിർബന്ധിതമാകും. അതുമായി ബന്ധപ്പെട്ട് AICC നേതാക്കളടക്കം കൃത്യമായി നിരീക്ഷണം നടത്തുന്നുണ്ട്. കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന പ്രതിഷേധങ്ങളും തുടർ സാഹചര്യങ്ങളും. ഡാൻ, ഈ സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. തെരഞ്ഞെടുപ്പിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ആ സമയത്ത് ഇനിയൊരു ആരോപണം വരുന്നതിന് പിന്നിൽ രാഷ്ട്രീയ കാരണങ്ങളാണെന്ന് പലതരത്തിൽ പറയാതെയൊക്കെ നേതാക്കൾ പറയുന്നുണ്ട്, രാഹുലിനെ ന്യായീകരിക്കാൻ നിൽക്കുന്നില്ലെങ്കിൽ പോലും. പക്ഷേ അതിനും അപ്പുറത്ത് ഇത്ര ഗൗരവമേറിയ ആരോപണങ്ങൾ വരുമ്പോൾ രാഹുലിനെ ഈ കഴിഞ്ഞ ദിവസം ന്യായീകരിച്ച് രംഗത്തെത്തിയത് മുൻ KPCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവരാണ്. ഒരു വിഭാഗം വളരെ ശക്തമായി തന്നെ രാഹുലിനൊപ്പം നിന്നിരുന്നു. ഒരിടത്ത് പലപ്പോഴും ഒറ്റപ്പെട്ട് സതീഷിനെ പോലെയുള്ള ചിലരുമുണ്ടായിരുന്നു. പാർട്ടിക്ക് പ്രതിരോധിക്കാൻ കഴിയുന്ന സാഹചര്യത്തിനും അപ്പുറത്തേക്ക് രാഹുലുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ നമ്മുടെ ഒരു കാലം വെച്ച് നോക്കിയാൽ അറിയാം, രാഹുലിനെ പോലെ ഇത്ര വേഗം വളർന്നു വന്ന ഒരു നേതാവ് അത്ര പെട്ടെന്ന് തന്നെ MLA സ്ഥാനത്തേക്ക് വരുന്നു, തെരഞ്ഞെടുപ്പിൽ അവസരം കൊടുക്കുന്നു, MLA ആവുന്നു. അങ്ങനെ ഒരു നേതാവിനെതിരെയാണ് ആരോപണം വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ടിക്ക് അത് ഒറ്റപ്പെട്ട സംഭവം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ രാഹുലിനെ മാറ്റി നിർത്തി അത് അവിടെ കൈകാര്യം ചെയ്യട്ടെ എന്ന രീതിയിലൊക്കെ ഒഴിഞ്ഞു മാറാൻ കഴിയുമോ? അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട ചില അവ്യക്തതകളുണ്ട്. ഈ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഈ പരാതി, അതായത് പോലീസിന് മുമ്പിൽ പരാതി നൽകാതെ പാർട്ടി നേതൃത്വത്തിന് മുൻപിൽ, പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശന് നേരിട്ട് ചില വ്യക്തികൾ, ഒരു മുതിർന്ന IAS ഉദ്യോഗസ്ഥയടക്കം പരാതി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പ്രതിപക്ഷ നേതാവിന് നേരിട്ട് ചില പരാതികൾ ലഭിച്ചു. ആ പരാതികൾ കൃത്യമായി പാർട്ടി നേതൃത്വവുമായി കൂടിയാലോചിച്ച്, അതായത് ഈ പരാതികളുടെ ഗൌരവം ഇനി വർദ്ധിക്കും, അതിൽ തുടർ നീക്കങ്ങൾ ഉണ്ടായാൽ പാർട്ടിയെ മുഴുവൻ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് അത് പ്രതികൂലമായി ബാധിക്കും, അതുകൊണ്ട് നടപടി എടുത്തേ പറ്റൂ എന്നൊരു നിലപാടിലേക്ക് പ്രതിപക്ഷ നേതാവ് VD സതീശനും രമേശ് ചെന്നിത്തലയും കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം അദ്ദേഹം ഉൾപ്പെടെ എത്തുകയായിരുന്നു. അങ്ങനെയാണ് മുതിർന്ന നേതാക്കളിൽ ഒരു വിഭാഗം ഇതിൽ ഉറച്ചു നിന്നത്. പക്ഷേ മറ്റൊരു വാദം ഇത് രാഷ്ട്രീയമായ ഗൂഢാലോചനയാണ് എന്ന തരത്തിലുള്ള ഒരു വാദം K. സുധാകരൻ ഉൾപ്പെടെ ആവർത്തിക്കുന്ന സാഹചര്യം. അതിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് രാഹുൽ മങ്കൂട്ടത്തിൽ ഈ അനുകൂലിക്കുന്ന നേതാക്കളുമായി ഫോണിൽ സംസാരിച്ച് അവരെ കൺവിൻസ് ചെയ്യാനുള്ള ശ്രമം നടത്തി. അതിൽ തനിക്കെതിരെ ഒരു ഗൂഢാലോചന നടക്കുന്നു, BJP CPM അതിന് നേതൃത്വം നൽകുന്നു എന്ന തരത്തിലൊക്കെയുള്ള ഒരു കൺവിൻസിങ്ങിനുള്ള ശ്രമം രാഹുലിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ട് മുൻ KPCC അധ്യക്ഷൻ K. സുധാകരൻ അടക്കം കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നത്. പക്ഷേ അതിനുശേഷം സാഹചര്യങ്ങൾ മാറി. അപ്പോൾ ഈ അനുകൂലിച്ചിരുന്ന നേതാക്കൾ വരെ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതേസമയം AICCയുടെ കേരളത്തിന്റെ പ്രതിനിധിയായ ദീപദാസ് മുൻഷി കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രതികരണം ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രിക്കായിരുന്നു യുവതി പരാതി നൽകേണ്ടിയിരുന്നത്, ഒരു പോലീസിനല്ലേ പരാതി നൽകേണ്ടിയിരുന്നത്? കൃത്യം ഈ മുഖ്യമന്ത്രിക്ക് തന്നെ ഈ പരാതി നൽകാനിടയായ സാഹചര്യം എന്താണ്? അതിൽ ഒരു കോൺസ്പിറസി ഉണ്ടോ എന്ന സംശയമുണ്ടോ എന്ന തരത്തിൽ ഒരു ഇംഗ്ലീഷ് മാധ്യമത്തിന് ദീപദാസ് മുൻഷി കഴിഞ്ഞ ദിവസം അഭിമുഖം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന സാധ്യതയും കോൺഗ്രസ് നേതൃത്വം കാണുന്നുണ്ട്. അത്തരത്തിലാണ് മുതിർന്ന നേതാക്കളിൽ ചിലരുടെ ഭാഗത്തുനിന്ന് വരുന്ന പ്രതികരണം. എന്തായാലും അന്വേഷണം അതിന്റെ ദിശയിൽ മുമ്പോട്ട് നീങ്ങുകയാണ്. കൂടുതൽ തെളിവുകൾ പുറത്തുവരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ രാഹുലിന്റെ കാര്യം കൂടുതൽ കുരുക്കിലാകും. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ പരാതി ഉയർന്നു വരുന്നത്, ഈ ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് തെരഞ്ഞെടുപ്പിന് ഒരാഴ്ച മുമ്പല്ല, മാസങ്ങൾക്ക് മുമ്പ് തന്നെ. കൃത്യമായി പറഞ്ഞാൽ കഴിഞ്ഞ ഓഗസ്റ്റ് 20-ന് ഒരു യുവനടിയുടെ വെളിപ്പെടുത്തലിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, പിന്നീട് അതുമായി ബന്ധപ്പെട്ടുണ്ടായ വെളിപ്പെടുത്തലുകളിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത്. അതായത് ഏതാണ്ട് ഒരു 3 മാസത്തിന് മുകളിലായി പരോക്ഷമായി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളുണ്ട്. അതിന്റെ നിജസ്ഥിതി പാർട്ടി നേതൃത്വത്തിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് കാലത്ത് പെട്ടെന്ന് കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാനായി കൊണ്ടുവന്ന ഒരു നീക്കമെന്ന് വ്യാഖ്യാനിച്ച് എളുപ്പത്തിൽ കടന്നു കയറാൻ കഴിയില്ല. നേതൃത്വം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി, പ്രാദേശികമായി രാഹുലിനെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ അവിടെ രംഗത്തെത്തിയിരുന്നു. മാത്രവുമല്ല, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് UDFന്റെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണ വേദികളിലും സ്ഥാനാർത്ഥി നിർണയത്തിനുമടക്കം രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ടായി. അതിനെന്ത് വിശദീകരണം പാലക്കാട് DCC നേതൃത്വം നൽകും, പ്രാദേശിക നേതാക്കൾ നൽകുമെന്നതാണ് അറിയാനുള്ളത്. പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, സംസ്ഥാന ഭാരവാഹികളൊക്കെ പറയുന്നത് നടപടി എടുത്തു കഴിഞ്ഞതാണ്, മുതിർന്ന നേതാക്കളുമായി വേദി പങ്കിട്ടിട്ടില്ല, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല, ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെടുത്തതെന്ന് പലയാവർത്തി പറഞ്ഞതാണ്. പിന്നെ അതിലെന്തിനാണ് ഒരു സംശയം എന്ന ഒരു പ്രതിരോധമാണ് മുതിർന്ന നേതാക്കളുടെയും സംസ്ഥാന KPCC നേതൃത്വത്തിന്റെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നത്. അതേസമയം പാലക്കാട് DCC ഈ ചോദ്യങ്ങൾക്ക് വ്യക്തമായി ഉത്തരം നൽകാൻ നന്നായി ബുദ്ധിമുട്ടേണ്ടി വരും. അത് എന്ത് മറുപടി പറയുമെന്ന് അല്പസമയത്തിനകം അറിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. ഏറ്റവും ഒടുവിൽ വന്നത് രാഹുലിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. കുറ്റം ചെയ്തിട്ടില്ല എന്ന ബോധ്യമുള്ളിടത്തോളം കാലം നിയമപരമായി തന്നെ പോരാടും. നിയമവ്യവസ്ഥയ്ക്ക് മുന്നിലും ജനങ്ങൾക്ക് മുന്നിലും അത് തെളിയിക്കും. സത്യം ജയിക്കും, സത്യമേവ ജയതേ എന്ന വാക്കാണ് ഏറ്റവും അവസാനം വരുന്നത്. പക്ഷേ ഈ വാക്കിന് ശേഷം പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണാനില്ല. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. MLA ഓഫീസ് പൂട്ടിയ നിലയിലാണ്. പാലക്കാട്ടെ കണ്ണാടിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ സജീവമായിരുന്ന സമയത്താണ് ഈ വാർത്ത വരുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയാണെന്ന് ആർക്കും ഒരു ധാരണയുമില്ല. ഡാൻ അവസാനം പറഞ്ഞതുപോലെ പാലക്കാട് DCC ഉൾപ്പെടെ അല്പം ബുദ്ധിമുട്ടുന്നുണ്ട് ഈ മറുപടി ഇതിലൊക്കെ മറുപടി പറയാൻ. രാവിലെ മാധ്യമങ്ങളെ കണ്ട VK ശ്രീകണ്ഠൻ MP-യും സമാനമായൊരു സാഹചര്യമാണ് നേരിട്ടത്. ഈ കേസിൽ അന്വേഷണം നടക്കട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ പ്രതികരണം. ആദ്യം സൃഷ്ടിച്ചത് പുകമറയാണ്. രാഹുലിനെതിരെ കോൺഗ്രസ് ശക്തമായ നടപടി സ്വീകരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് രാഹുൽ ഇറങ്ങിയത് വ്യക്തിപരമായ തീരുമാനമാണെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. ഇന്നലെയാണല്ലോ പരാതി കൊടുത്തത്. ആ പരാതി പോലീസ് സ്വീകരിച്ച് അതിൻ്റെതായ നടപടികളിലേക്ക് കടക്കട്ടെ. നിയമപരമായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആരാണ് പ്രതി, എന്താണ് വസ്തുത എന്നും വിശദമായി അന്വേഷണം നടക്കട്ടെ. അതിനെന്താ തടസ്സം? അന്വേഷണത്തിന് യാതൊരു തടസ്സമില്ലല്ലോ. ഇപ്പോൾ ഒരു വ്യക്തി പരാതി കൊടുത്താൽ പോലീസിലോ കോടതിയിലോ പരാതി കൊടുത്താൽ ഇവിടെ ഒരു നിയമ വ്യവസ്ഥ ഉണ്ടല്ലോ. ആ നിയമവ്യവസ്ഥ പ്രകാരം അന്വേഷണം നടക്കട്ടെ. ഇതിനു മുമ്പ് ഇതൊന്നും ഇല്ലാതെയാണല്ലോ പുകമറ മുഴുവൻ സൃഷ്ടിച്ചത് നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന്. ഇന്നലെയാണല്ലോ ഒരാൾ പരാതി തന്നിരിക്കുന്നത്. നിരവധി ചാറ്റുകളും അതുപോലെ തന്നെ ഫോൺ സംഭാഷണമൊക്കെ ഇതിനു മുമ്പേയും കുറേ ദിവസം വന്നല്ലോ. എത്ര മാസമായി ക്രൈംബ്രാഞ്ച് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട്? ക്രൈംബ്രാഞ്ച് തന്നെ യാതൊരു തെളിവില്ല എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ട് കൊടുത്തത്. പാലക്കാട്ട് ഔദ്യോഗികമായ ഒരു യോഗത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പങ്കെടുത്തിട്ടില്ല. ആഫ്റ്റർ സസ്പെൻഷന് ശേഷം ഔദ്യോഗികമായ ഒരു പരിപാടിയും പങ്കെടുത്തിട്ടില്ല. അയാൾ സ്വന്തമായ നിലയ്ക്ക് പ്രചരണം നടത്തുന്നതോ പിന്തുണയ്ക്കുന്നതോ അതൊക്കെ അയാളുടെ വ്യക്തിപരമായ കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണെന്ന് ദീപ്തി മേരി വർഗീസ്. ഇപ്പോൾ CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു മാധ്യമങ്ങളെ കാണുന്നു. മാത്രമല്ല ഏറ്റവും അടുത്ത ദിവസങ്ങളിലാണ് പാലക്കാട് മണ്ഡലത്തിലെ കണ്ണാടി പഞ്ചായത്തിലെ കോൺഗ്രസിന്റെ യോഗത്തിൽ പങ്കെടുത്ത അയാൾ പുറത്തുവരുന്ന ദൃശ്യങ്ങൾ നിങ്ങൾ തന്നെയാണ് പുറത്തുവിട്ടത്. ഇപ്പോ കോൺഗ്രസ് യഥാർത്ഥത്തിൽ സസ്പെൻഷൻ എന്ന പേര് പറഞ്ഞ് അയാളെ സംരക്ഷിക്കുകയായിരുന്നു. ഇവിടെ ഇരയാക്കപ്പെട്ട യുവതയ്ക്ക് ഒരു സംരക്ഷണവും കോൺഗ്രസിന്റെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് കിട്ടിയില്ല. പല ഘട്ടങ്ങളിലായി ഞങ്ങളെല്ലാം ഈ കേരളീയ സമൂഹത്തോട് പറഞ്ഞതാണ്, ഇത്രയും ഒരു നീചമായ പ്രവൃത്തി ചെയ്ത ഒരാളെ കോൺഗ്രസ് നേതൃത്വം എന്തിനാണ് സംരക്ഷിക്കുന്നത് എന്ന് പലവട്ടം ഞങ്ങൾ ചോദിച്ചു. ഞങ്ങൾ മാത്രമല്ല, കേരളത്തിലെ പല പാർട്ടികളും ചോദിച്ചു. അയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാൻ തയ്യാറായില്ല. അയാളായിരുന്നു പാലക്കാട് ജില്ലയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തത്. അപ്പോഴും കോൺഗ്രസിന്റെ നേതാക്കൾ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള അതെല്ലാം ചെറിയ വിഷയമല്ലേ, അയാളെ കോൺഗ്രസിന്റെ നേതൃത്വ സ്ഥാനത്ത് തന്നെ എത്തിക്കണമെന്ന പരസ്യമായ പ്രസ്താവനകളെല്ലാം ഈ ദിവസങ്ങളിൽ നമ്മളെല്ലാം കണ്ടതും വായിച്ചറിഞ്ഞുമാണ്. അപ്പൊ ഇത്രയും ഒരു നീചമായ ഒരു പ്രവൃത്തി ചെയ്ത ഒരാളെ പരസ്യമായി സംരക്ഷിക്കുന്ന നിലപാട് എന്തിനാണ് VD സതീശനും കേരളത്തിലെ KPCC പ്രസിഡന്റും ഇപ്പോഴും സ്വീകരിച്ചു വരുന്നത്? ഇപ്പൊ ഇന്നലെ അടൂർ പ്രകാശിന്റെ ഒരു പ്രസ്താവനയുണ്ട്. അതിലും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയെ ന്യായീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കോൺഗ്രസ് ഇത്തരത്തിലുള്ള നാറികളെ പേറി ആ നാറ്റവും കൂടി കേരളത്തിൽ കോൺഗ്രസിൽ വ്യാപകമായി നിലനിൽക്കുകയാണ്. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുക? ഈ രാഹുൽ മാങ്കൂട്ടത്തെ ന്യായീകരിച്ചുകൊണ്ട് പലരും രംഗത്ത് വന്നില്ലേ? അദ്ദേഹത്തിന്റെ PR വർക്കിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോ ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ ഓഡിയോ കേൾക്കുന്ന ഒരാൾക്കും യഥാർത്ഥത്തിൽ മനസാക്ഷിയെ നെടുക്കുന്ന ചില കാര്യങ്ങളാണ് ആ കുട്ടി അതിലൂടെ പുറത്തു കൊണ്ടുവന്നത്. ആ സംഭാഷണത്തിൽ നമ്മളെല്ലാം കേട്ടത്
വളരെ ധൈര്യത്തോടു കൂടി തന്നെ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് മുഖ്യമന്ത്രിക്ക് പരാതിയായി കൊടുത്തു എന്ന് എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. കേരളം ഇരയാക്കപ്പെട്ട കുട്ടിയുടെ കൂടെയാണ്, കേരളത്തിൻ്റെ മനസ്സാകെ. അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കുട്ടം എന്ന് പറയുന്ന ഇത്രയും നീച പ്രവൃത്തി, വൃത്തികെട്ട പ്രവൃത്തി ചെയ്ത ഇയാളെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കണം. മാത്രമല്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് നിയമപരമായ ശിക്ഷാ നടപടികൾ ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതിന് വേണ്ടി അതിവേഗതയിൽ കഴിയണമെന്നാണ്. ഇത്തരം പൊതുപ്രവർത്തകർ കേരളത്തിന് നാണക്കേടാണ്. ഏത് രാഷ്ട്രീയത്തിലായിക്കോട്ടെ ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തുന്ന ആളുകൾ ഒരു കാരണവശാലും രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമാകരുത്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, പൊതുസമൂഹത്തിൽ ജനങ്ങൾ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഇത്തരം പ്രവൃത്തിയുടെ ആളുകളാണ് എന്ന നിലയിലേക്ക് കാണാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ കോൺഗ്രസിന് എന്തെങ്കിലും, കോൺഗ്രസിന്റെ നേതൃത്വത്തിന് ഇനിയെങ്കിലും ഉളുപ്പുണ്ടെങ്കിൽ അതിവേഗതയിൽ ഇയാളെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കണം. അതാണ് കോൺഗ്രസിന്റെ നേതൃത്വം ചെയ്യേണ്ടത്. ഒരു പെൺകുട്ടിയെ പ്രണയം നടിക്കുക, വിവാഹ അഭ്യർത്ഥന നടത്തുക, കുഞ്ഞു വേണമെന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിക്കുക, ഗർഭമായാൽ ആ കുഞ്ഞിനെ നശിപ്പിക്കണം, ഗർഭചിത്രം നടത്തണമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുക, അല്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക. എന്താ കേരളത്തിൽ ഇങ്ങനെ ഒരു കാര്യം ഇതിനു മുമ്പ് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും നേതാക്കളെ കുറിച്ച് ഇത്തരം വൃത്തികെട്ട ആക്ഷേപങ്ങളും ആരോപണങ്ങളും ഉയർന്നു വന്നിട്ടുണ്ടോ? ഇത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടല്ലേ? എന്നിട്ടും കോൺഗ്രസ് അവരെ സംരക്ഷിക്കുകയല്ലേ? അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഇയാളെ പുറത്താക്കണമെന്നാണ് ഞങ്ങളുടെ എല്ലാം അഭിപ്രായം. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു സംസാരിക്കുന്നതാണ് കണ്ടത്. നേരത്തെ പല പ്രതികരണങ്ങൾ വരുന്നുണ്ട്. രാഹുലിനെതിരായ ലൈംഗികാരോപണ പരാതിയിൽ പരാതിക്കാരിയെ അപമാനിച്ചാണ് പാലക്കാട് DCC പ്രസിഡന്റ് എ തങ്കപ്പന്റെ പ്രതികരണം വന്നത്. പരാതി നൽകിയ സമയത്തിൽ സംശയമുണ്ട്. ഇത്ര നാൾ പരാതിക്കാരി എവിടെയായിരുന്നു? ഇപ്പോൾ പരാതി നൽകിയതിൽ ദുരൂഹതയുണ്ട്. ഇപ്പോൾ മറനീക്കി വന്നത് എന്തിനാണ്? പരാതി അന്വേഷിച്ച് കുറ്റക്കാരനാണെങ്കിൽ രാഹുലിനെ ശിക്ഷിക്കട്ടെ എന്നായിരുന്നു എ തങ്കപ്പന്റെ പ്രതികരണം. ഇത് ഇന്നലെ വന്നാണോ, മിനിഞ്ഞാന്ന് വന്നാണോ ഈ ആരോപണം? കേൾക്കട്ടെ, മിനിഞ്ഞാന്ന് വന്നാണോ? അല്ലല്ലോ ചേട്ടാ. ഇത് ആസങ്ങൾ അത് മാത്രമല്ല, ഒന്നും കൂടെ വേണ്ടത്, കേരള ഗവൺമെന്റ് ഒരു സമിതി വെച്ച് പരാതി അന്വേഷണം നടക്കുമായിരുന്നു. ആരെങ്കിലും പരാതി ഉണ്ടോ അല്ലേ? എന്തുകൊണ്ട് അന്ന് കേട്ട് ഈ പറയുന്നവർ ജീവിച്ചിരുന്നില്ലേ? കൊടുക്കണ്ടേ? അന്തസ്സായിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ അന്തസ്സായി പറയണ്ടേ? അവിടെ വേണ്ടത്. ഇത് ഈ സമയത്ത് നോക്കുമ്പോൾ അത് എനിക്കൊരു സംശയം, ഞാൻ ആ തള്ളിക്കളയുന്നില്ല, അത് ഗൗരവമായിട്ട് എടുക്കണം ആ പരാതി. പക്ഷെ പരാതി വന്ന സമയമാണ് ഞാൻ സംശയിച്ചത്. 6-7 മാസമായിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഒളിച്ചു വെക്കേണ്ട കാര്യം ഇപ്പൊ മാത്രം മറന്നേക്ക് പുറത്തു വരേണ്ട കാര്യം നേരത്തെ വരാമല്ലോ. എന്നിട്ട് ഞാൻ ചോട്ടെ ഇപ്പോഴും പറഞ്ഞു, ആ പരാതി അന്വേഷിക്കട്ടെ, കുറ്റം ചെയ്തതിന് ശിക്ഷിക്കപ്പെടുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പരാതിയിൽ പന്ത് സർക്കാരിന്റെ കോട്ടിലെന്നായിരുന്നു ദീപ്തി മേരി വർഗീസിന്റെ പ്രതികരണം. ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. പരാതിക്കാരിയെ ഒരു കോൺഗ്രസുകാരും അധിക്ഷേപിച്ചിട്ടില്ല. അത് ശരിയായ രീതി അല്ലെന്നും ദീപ്തി മേരി വർഗീസ് പറഞ്ഞു. പരാതിക്കാരി ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് അതിൻ്റെതായ ഗൗരവത്തോടെ അന്വേഷിക്കട്ടെ എന്ന് തന്നെയാണ് പാർട്ടി അന്നും ഇന്നും ഒക്കെ പറയുന്നത്. അതിലൊന്നും ഒരു മാറ്റവും ഇപ്പോഴും വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ പരാതിക്കാരി ഉണ്ട്, തീർച്ചയായിട്ടും അത് അന്വേഷണ വിധേയമാകണം. ശരിയായ രീതിയിൽ അന്വേഷണം പോകണം. ഇപ്പോൾ സർക്കാരിൻ്റെ കോർട്ടിലല്ലേ ബോളുള്ളത്? മുഖ്യമന്ത്രിക്കാണല്ലോ പരാതി കൊടുത്തിരിക്കുന്നത്. അവർ അന്വേഷിക്കട്ടെ, ശരിയായ രീതിയിൽ അന്വേഷണം നടക്കട്ടെ. ലൈംഗികാരോപണ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ന്യായീകരിക്കുന്ന കോൺഗ്രസ് നേതാക്കളുടെ നടപടി തെറ്റെന്ന മന്ത്രി വി ശിവൻകുട്ടി. പരസ്യ പിന്തുണ നൽകുന്നത് സ്ത്രീ സമൂഹത്തോടുള്ള വെല്ലുവിളിയാണ്. യുവതിയുടെ പരാതിയിൽ നടപടിയിൽ വിട്ടുവീഴ്ചയില്ല. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയൊരു പീഡനം ഒരുപക്ഷെ നമുക്ക് ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷിരാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ
ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. ഷാഫി പറമ്പിലായിരുന്നാലും KPCCയുടെ മുൻ പ്രസിഡന്റ് സുധാകരനായിരുന്നാലും പരസ്യമായി തന്നെ എല്ലാ പിന്തുണയും കൊടുക്കുന്നതിന് വേണ്ടി ഒരു മടിയും കാണിക്കുന്നില്ല. അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഗവൺമെന്റിന് കിട്ടിയ പരാതി നിയമാനുസരണമുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്ന അക്കാര്യത്തിൽ നിന്ന് ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവാൻ സാധ്യത ഇല്ല. അന്തസ്സുണ്ടെങ്കിൽ മാന്യതയുണ്ടെങ്കിൽ ഇത് രണ്ടും അയാൾക്കില്ലെന്നറിയാം, എങ്കിൽ പോലും അയാൾ രാജിവെക്കേണ്ടതാണ്. രാഹുലിനെ അനുകൂലിക്കുന്നവരെ കോൺഗ്രസായി കാണാനാവില്ലെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. 1% പോലും ഇരയ്ക്കെതിരെ ശബ്ദിക്കാൻ പാടില്ല. ഇരയെ നിരന്തരം വെല്ലുവിളിച്ച് പരാതി നൽകുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. രാഹുൽ വടി കൊടുത്ത് അടി വാങ്ങിയതാണെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു. പാർട്ടി നടപടി എടുത്തല്ലോ, ആ എടുത്ത നടപടി അംഗീകരിച്ച് അത് അംഗീകരിച്ച് മുമ്പോട്ട് പോകാൻ അയാൾ ചെയ്യേണ്ടത്. തയ്യാറായില്ലെങ്കിൽ കണ്ടാൽ അറിഞ്ഞില്ലെങ്കിൽ കൊണ്ടാൽ അറിയും. മനസ്സിലായില്ലേ? ഇപ്പൊ ഈ ഇര മുഖ്യമന്ത്രി എടുത്ത് പോയത് എന്തുകൊണ്ടാ? നിരന്തരമായി മാധ്യമങ്ങളിലൂടെ വെല്ലുവിളിച്ചു. എനിക്കെതിരെ പരാതിയില്ല, പരാതി വരട്ടെ, നോക്കാം, കാണാം. പരാതി വന്നാൽ പരാതിയെ നേരിടേണ്ടതിന് പകരം അദ്ദേഹം എന്താ ഇപ്പൊ ചെയ്ത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവും ഇതിനെ അനുകൂലിക്കത്തില്ല, അനുകൂലിച്ചിട്ടില്ല. ആരെങ്കിലും അനുകൂലിക്കുന്നെങ്കിൽ അവരെ കോൺഗ്രസായി കാണാൻ എനിക്കാവില്ല. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് MES ചെയർമാൻ ഡോക്ടർ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യാൻ ED. MES ട്രസ്റ്റുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലാണ് അന്വേഷണം. PMLA വകുപ്പ് പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഫസൽ ഗഫൂർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ യാത്രയ്ക്കായി എത്തിയത്. ഇവിടെ വെച്ചാണ് EDയുടെ നോട്ടീസിന്റെ കാര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവിടെ യാത്രാ വിലക്കടക്കമുള്ള കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ED പറഞ്ഞിരിക്കുന്നത് പ്രകാരം നിലവിൽ PMLA വകുപ്പ് പ്രകാരം ഈ ഫസൽ ഗഫൂറിനെ ചോദ്യം ചെയ്യേണ്ടത് ആവശ്യമാണ്. നോട്ടീസ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യാത്രാ വിലക്കുള്ളതിനാൽ സഞ്ചരിക്കാൻ ആവില്ല എന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തിയത്. എന്നാൽ അദ്ദേഹം ഇതിന് നൽകിയിരിക്കുന്നത് ഈ ഒരു നോട്ടീസിന്റെ കാര്യം, ഈ ഒരു ഡേറ്റിന്റെ കാര്യം തന്റെ ശ്രദ്ധയിൽപ്പെട്ടുന്നില്ല. ഇന്നാണ് ED ഓഫീസിൽ അദ്ദേഹം ഹാജരാകേണ്ടത്. കോഴിക്കോട് ED ഓഫീസാണ് അവർ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ഹാജരാകേണ്ടത്. അപ്പോൾ ഈ കോഴിക്കോട് യൂണിറ്റാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ഹാജരാകേണ്ടതുണ്ട്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത് ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല. ഏതായാലും അഭിഭാഷകനുമായി എല്ലാം ആലോചിച്ചുകൊണ്ട് തന്നെ തുടർ നടപടി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് PMLA വകുപ്പ് പ്രകാരം അദ്ദേഹത്തിന്റെ MES ചെയർമാനെ ഇത് ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കം നടത്തിയിരുന്നു. ട്രസ്റ്റുമായി ബന്ധപ്പെട്ട ഈ സാമ്പത്തിക കാര്യങ്ങളിലാണ് കൂടുതൽ അന്വേഷണം ആവശ്യപ്പെടുന്നത് എന്നതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ ED ചില പരിശോധനകളടക്കം നടത്തിയിരുന്നു. അപ്പോൾ ഇതിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ED നോട്ടീസ് നൽകിയിരുന്നത്. ഈ നോട്ടീസിലെ തീയതിയാണ് അദ്ദേഹം ശ്രദ്ധിക്കാതിരുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ഒരു വിശദീകരണമായി പറയുന്നത്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട EDക്ക് വിശദീകരണം നൽകുമെന്നും അദ്ദേഹം പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ കോഴിക്കോട് ED യൂണിറ്റാണ് ഈ കേസിൽ അന്വേഷണം നടത്തുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. MES പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂറിനെതിരെയാണ് EDയുടെ അന്വേഷണം. PMLA വകുപ്പ് പ്രകാരമാണ് അന്വേഷണം നടക്കുന്നത്.
ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ റിമാൻഡിലുള്ള മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററും രണ്ടാം പ്രതിയുമായ മുരാരി ബാബു ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നു. കൊല്ലം വിജിലൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിലാണ് മുരാരി ബാബു ഇന്ന് ഹൈക്കോടതിയിൽ ജാമ്യ ഹർജി സമർപ്പിക്കുന്നത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ അന്വേഷണങ്ങളോടും സഹകരിച്ചിട്ടുണ്ടെന്നും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ പറയാനില്ലെന്നും മുരാരി ബാബു ഹർജിയിൽ പറയുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് മുരാരി ബാബു ജാമ്യം തേടുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസിലെ 2 പ്രതികളുടെ മുൻകൂർ ജാമ്യ ഹർജികൾ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. 4ാം പ്രതിയായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ സെക്രട്ടറി എസ് ജയശ്രീ, 6ാം പ്രതിയായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എസ് ശ്രീകുമാർ എന്നിവരുടെ മുൻകൂർ ജാമ്യ ഹർജികളാണ് കോടതി പരിഗണിക്കുക. സ്വർണ്ണപ്പാളികൾ അറ്റകുറ്റപ്പണിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറാൻ 2019 ഉത്തരവിറക്കിയെന്നാണ് ജയശ്രീയുടെ പേരിലുള്ള ആരോപണം. വിചാരണ കോടതികൾ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്നാണ് ഇവരും ഹൈക്കോടതിയെ സമീപിച്ചത്. സന്നിധാനത്ത് രാവിലെ നേരിയ ഭക്തജന തിരക്കിൽ കുറവുണ്ടായെങ്കിലും പിന്നീട് തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ 1 ലക്ഷത്തോളം തീർത്ഥാടകർ ഓരോ ദിവസവും എത്തി എന്നാണ് കണക്ക്. കഴിഞ്ഞ ദിവസമാണ് 10 ലക്ഷത്തിൽ പരം തീർത്ഥാടകർ 11 ലക്ഷത്തോളം തീർത്ഥാടകർ സന്നിധാനത്ത് എത്തി എന്ന കണക്ക് ദേവസ്വം ബോർഡ് പുറത്തുവിടുന്നത് ഇന്നലെയായിരുന്നു. ഇന്നും രാവിലെ മുതൽ തന്നെ ഓരോ മണിക്കൂറിലും 5000-ൽ കൂടുതൽ പേർ എത്തുന്നതായാണ് വിവരം. തീർത്ഥാടകർക്ക് സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നു എന്നാണ്, സൗകര്യത്തോടെയാണ് ദർശനം നടത്തുന്നതെന്ന് ഇന്നലെ കെ ജയകുമാർ പറഞ്ഞിരുന്നു. അത്യാവശ്യം ചെറുതായിട്ടുള്ള തിരക്കുണ്ടായിരുന്നു. എപ്പോഴാണ് പുറപ്പെട്ടത്? മുംബൈയിൽ നിന്ന് പുറപ്പെട്ടത് ഞങ്ങൾ രാത്രി 2 മണിയായപ്പോൾ. തീർത്ഥാടകർ പറയുന്നത് വലിയ തിരക്കില്ലാതെ എത്താൻ സാധിച്ചു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. അതുപോലെ കുട്ടികളുമായും പ്രായമേറിയവരും എല്ലാം തന്നെ സുഗമമായ രീതിയിൽ ദർശനം നടത്താനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ 3 മണിക്ക് കയറിയായിരുന്നു പമ്പയിൽ നിന്ന്. 7 മണി മതി. അവിടെ തിരക്കുണ്ടായിരുന്നു, ഇവിടെ മാത്രം നടപ്പന്തൽ തിരക്കുണ്ടായിരുന്നു. സുഖമായിരുന്നു. ഇല്ല നടപ്പന്തൽ മാത്രം കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഇല്ല, നിലയ്ക്കൽ വണ്ടി ഞങ്ങൾ ട്രാവലറിൽ വന്ന്, അപ്പോൾ അവിടെ തന്നെ ആളുകളെ ഇറക്കിയിട്ട് അവിടുന്ന് ബസ്സിന് വന്നു. കുഴപ്പമൊന്നുമില്ല, സുഗമമായ ദർശനമാണ് എന്നാണ് എല്ലാവരും പറയുന്നത്. കുഴപ്പമില്ല, വളരെ സ്പീഡായി. ഞാൻ കോഴിക്കോട് എത്ര സമയത്ത് മുംബൈയിൽ കയറാൻ? മുംബൈയിൽ നിന്ന് ഒരു 3 മണിക്കൂർ കൊണ്ട് എത്തിപ്പെട്ടു. എല്ലാം ചെയ്തു തരുന്നുണ്ട്, ഒരു പ്രശ്നവുമില്ല. വെള്ളം എല്ലാം വഴിയിൽ, വെള്ളം ബിസ്ക്കറ്റുകളെല്ലാം തന്ന് നമ്മൾ വളരെ സന്തോഷമായിട്ടുണ്ട്. സുഖമായിരുന്നു. ഇത്തിരി തിരക്കിൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, കുഴപ്പമില്ല. ഈ നടപ്പന്തല്ല താഴത്ത് കുറച്ച് ക്യൂ ഉണ്ടായി, അതുവരെ കുഴപ്പമുണ്ടായി. ഇല്ല തിരക്ക് വലിയ തോതിലില്ല, സുഗമമായി എത്താൻ സാധിക്കുന്നു എന്നാണ് ഇപ്പോൾ തീർത്ഥാടകർ പറയുന്നത്. അതേസമയം തീർത്ഥാടകരെ ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഏതെങ്കിലും നടപടികൾ ഉണ്ടാകുന്നതിന് വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ സ്ക്വാഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അതുപ്രകാരം എക്സൈസിൻ്റെ 162 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുമായി ബന്ധപ്പെട്ട കേസുകളുണ്ട്. അതോടൊപ്പം അളവ് തൂക്കത്തിൽ വ്യത്യാസം വരുത്തുകയോ വൃത്തിഹീനമായ സാഹചര്യങ്ങളിൽ ആഹാരം കൊടുക്കുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകാതിരിക്കാനുള്ള ജാഗ്രതയുമുണ്ട്. അതിനുവേണ്ടിയും സ്ക്വാഡുകൾ സന്നദ്ധരാണ്. അവർ എല്ലാം തന്നെ ഇപ്പോൾ 30,000 രൂപ പിഴ ഇന്നലെ ഈടാക്കി എന്നാണ് പുതിയ വിവരം. ഏതായാലും നടവരവിലും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ പോലെ നടവരവിലും വലിയ തോതിലുള്ള വർധന ഉണ്ടായി എന്നാണ് കണക്കുകൾ. ഏതായാലും സുഗമമായ രീതിയിൽ ദർശനം പുരോഗമിക്കുകയാണ് സന്നിധാനത്ത്. ശബരിമലയിൽ ഇന്ന് തിരക്ക് കുറഞ്ഞതിൻ്റെ വിവരങ്ങളാണ് ഇപ്പോൾ സജീവ് സിവാരിയർ നൽകിയത്. 26,838 പേരാണ് വെർച്വൽ ബുക്കിംഗ് വഴി ഇന്ന് ദർശനം നടത്തിയത്. ശബരിമലയിലെ സവിശേഷ വഴിപാടുകളിൽ ഒന്നായ പടിപൂജയിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ആധ്യാത്മികവും ആത്മീയവുമായ അർത്ഥതലങ്ങൾ ഉൾക്കൊള്ളുന്ന 18 പടികളെ പൂജിക്കുന്നതിനാലാണ് അത് ശ്രേഷ്ഠമാവുന്നത്. പതിനെട്ട് പടിയിലെ ഓരോ പടിയെയും പ്രത്യേകം പൂജിക്കുന്ന ദൈർഘ്യമേറിയ പൂജാവിധിയാണ് പടിപൂജ. കലശപൂജയ്ക്ക് ശേഷം ഓരോ പടിയിലും കുടികൊള്ളുന്ന വനദേവതമാരെ പ്രത്യേകം പൂജിച്ച് അഭിഷേകം ചെയ്ത് ദീപാരാധന നടത്തുകയാണ് ചടങ്ങ്. സന്നിധാനത്തിന് ചുറ്റുമുള്ള 18 മലകളിലെ വനദേവതമാരെയാണ് ഓരോ പടിയിലും അധിവസിപ്പിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. പൊന്നമ്പലമേട്, ഗൗഡൻമല, നാഗമല, സുന്ദരമല, ചിറ്റമ്പലമല, ഖൽഗിമല, മാതങ്കമല, മയിലാടുംപേട്ട, ശ്രീപാദമല, ദേവർമല, നിലയ്ക്കൽമല, തലപ്പാറമല, പുതുശ്ശേരിമല, കാളകെട്ടിമല, ഇഞ്ചിപ്പാറമല, കരിമല, നീലിമല, ശബരിമല എന്നിവയാണ് 18 മലകൾ. എന്നാൽ ഇതിനപ്പുറം 18 പടികൾക്ക് ആത്മീയമായ വ്യാഖ്യാനവുമുണ്ട്.
ആദ്യത്തെ 5 പടികൾ കാഴ്ച, കേൾവി, ഗന്ധം, രുചി, സ്പർശം എന്നീ 5 ഇന്ദ്രിയാനുഭവങ്ങളെയും 6 മുതൽ 13 വരെയുള്ള 8 പടികൾ കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം, അഹംഭാവം, അസൂയ എന്നീ 8 വൈകാരിക ഭാവങ്ങളെയും പ്രതിനിധീകരിക്കുന്നു. 14 മുതൽ 16 വരെയുള്ള 3 പടികൾ സത്ത്, രജസ്, തമസ് എന്നീ 3 ഗുണങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. 17-ാം തൃപ്പടി അവിദ്യയെയും 18-ാം തൃപ്പടി വിദ്യയെയും പ്രതിനിധാനം ചെയ്യുന്നു. വിദ്യ അടക്കമുള്ള ലൗകികമായ എല്ലാ ഭാവങ്ങളും കടന്ന് പരമമായ ബോധാവസ്ഥയിലേക്ക് എത്തുകയാണ് 18 പടികളും ചവിട്ടിക്കയറി സന്നിധാനത്തെത്തുന്ന തീർത്ഥാടകർ. അതുകൊണ്ടാണ് 41 ദിവസത്തെ വ്രതനിഷ്ഠയ്ക്ക് ശേഷം ഇരുമുടിക്കെട്ടുമായി വരുന്നവർക്ക് മാത്രമായി 18-ാം പടി കടന്നുള്ള ദർശനം പരിമിതപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. ഒരിടവേള കൂടി. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ. മലപ്പുറം പുലാമന്തോൾ പഞ്ചായത്തിലെ 22-ാം വാർഡ് ഇടതുപക്ഷത്തിന്റെ ചെങ്കോട്ടയായിട്ടാണ് കണക്കാക്കുന്നത്. ആ കോട്ട പൊളിക്കാൻ UDF നിയോഗിച്ചിരിക്കുന്ന ഒരു യുവാവിനെയാണ്, KK സെയ്തലവി എന്ന മാനുപ്പയെ. വിജയം ഇടതുപക്ഷത്തിനാകുമെന്ന് അവകാശപ്പെടുന്ന LDF സ്ഥാനാർത്ഥി രാജേഷ് മാസ്റ്റർക്കും മാനുപ്പയെ പറ്റി പക്ഷേ നല്ലത് മാത്രമേ പറയാനുള്ളൂ. ശാരീരിക പരിമിതി ഒന്നിനും തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് പുലാമന്തോൾ പഞ്ചായത്തിലെ 22-ാം വാർഡിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സൈതലവി. സൈതലവി ഇവിടുത്തുകാരൻ തന്നെയാണ്, പ്രചരണത്തിൻ്റെ തിരക്കിലാണ്. എന്താണ് തെരഞ്ഞെടുപ്പിൻ്റെ കാര്യങ്ങളൊക്കെ? ഉഷാറായിട്ട് പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. ഞങ്ങൾ സ്ക്വാഡ് വർക്കിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നല്ല അഭിപ്രായങ്ങളാണ് നമ്മളെ വോട്ടർമാരിൽ നിന്ന് കിട്ടുന്നത്. ജയിക്കും എന്നുള്ളത് പൂർണ്ണ ബോധ്യമുണ്ട്. ആളുകളൊക്കെ നല്ലൊരു അഭിപ്രായമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്കിപ്പോൾ ഈ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടിൽ എന്തെങ്കിലും തടസ്സമാവുന്നുണ്ടോ ഇവിടെ എത്താനോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ശാരീരികമായിട്ട് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എല്ലാ മേഖലയിലും എത്തും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായിട്ടുണ്ട്. അപ്പോൾ കാലിന് ഇങ്ങനെ ഒരു പ്രശ്നം വെച്ചിട്ട് നമ്മളെ വാർഡിലെത്താനോ അല്ലെങ്കിൽ വാർഡിൻ്റെ പുറത്തോ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ഒരു ബുദ്ധിമുട്ടില്ല. അങ്ങനെ ഒരു പ്രചരണം നടക്കുന്നുണ്ട്. എന്നെക്കൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്നുള്ളൊരു പ്രചരണമൊക്കെ നടക്കുന്നുണ്ട്. അതിലൊന്നും ഒരു സംശയം വേണ്ട. ആളുകൾക്ക് ഇന്നെ എപ്പോഴും ആക്സസ് ആയിരിക്കും. ഏത് സമയത്തും വിളിച്ചാൽ ഏത് സമയത്തും ഞാൻ ഉണ്ടാവും അവരെ കൂടെ. അതാണ്. നിലവിലെ ടർഫിലാണല്ലോ ഇതിന് പുറമെ? നിലവിൽ ടർഫിലാണ് ജോലി. അതുകൊണ്ടാണ് ഒന്നാമത് ഞാൻ എൻ്റെ സുഹൃത്തുക്കളൊക്കെ പാടെ എങ്ങനെ ഇലക്ഷനിൽ നിൽക്കണമെന്ന് ചോദിച്ചപ്പോൾ ടർഫിലാണ്. ടർഫ് പൊതുവെ രാത്രിയാണ് ഉണ്ടാവൽ. രാത്രി ഉണ്ടാവുമ്പോൾ പകലൊക്കെ ഞാൻ ഫ്രീ ആണ്. ആ സമയത്തൊക്കെ അങ്ങനെ ആകുമ്പോൾ പഞ്ചായത്തിലൊക്കെ പോകാമെന്നുള്ള പ്ലാനൊക്കെ ആയപ്പാടെയാണ് സുഹൃത്തുക്കളും പറഞ്ഞത്. പിന്നെ പാർട്ടി ഇങ്ങനൊരു ഭിന്നശേഷിക്കാരനായ ഇന്നെ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു വാർഡിൽ ഇന്നെ സ്ഥാനാർത്ഥിയാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമാണ്, അഭിമാനം തോന്നുന്നു. ഇന്നെപ്പോലത്തെ ഇങ്ങനെ ഭിന്നശേഷിക്കാരായ ആളുകളെ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയാക്കിയതിൽ. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ഈ ഇങ്ങനത്തെ ഒരു പ്രതിസന്ധി കുട്ടിക്കാലം മുതലുള്ളൊരവസ്ഥയാകുമ്പോൾ ആദ്യമൊക്കെ സ്കൂളിൽ പോകുമ്പോഴൊക്കെ നമ്മൾ പലതും കേട്ട് വിഷമിക്കും. പക്ഷേ ഇപ്പോൾ നമുക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ അംഗീകരിക്കും എന്ന് പറയുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെയധികം സന്തോഷമാണ്. മറ്റേത് എനിക്ക് ഇത്ര ഉള്ളൂ വന്നിട്ടുള്ളത്. മറ്റു പലർക്കും കാലില്ലാതെയും
മറ്റു പല അവസ്ഥയിലുണ്ട്. ഇപ്പം ഞാൻ എന്താ ഇപ്പോൾ ദൈവത്തോട് അൽഹംദുലില്ലാ എന്ന് പറയാണ്. ഇത് ഇത്ര ഉള്ളു തന്നിട്ട്, ഇത് തന്നുകൊണ്ട് നമുക്ക് എല്ലാ മേഖലയിലും എത്താൻ കഴിയുന്നുണ്ട്. ഞാൻ എൻ്റെ അടിയിലുള്ള ആളുകളെല്ലാം ഞാൻ നോക്കുന്നത്, എന്നെക്കായും വയ്യാത്ത ആളുകളാണ് ഇഷ്ടംപോലെ ഉള്ളത്. ഇത്ര ഉള്ളു നമുക്ക് തന്നിട്ട് എന്നെ കൊണ്ട് ഇത് വെച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് അൽഹംദുലില്ലാ. LDFന്റെ ഒരു വലിയ കുത്തക വാർഡായിട്ടാണ് അവർ അവകാശപ്പെടുന്നത്. എല്ലാ വർഷവും എല്ലാ തവണയും അവർ വിജയിക്കുന്ന വാർഡ്. എങ്ങനെ കാണുന്നു മത്സരത്തെ? അത് ഇപ്രാവശ്യം നല്ല മത്സരം ഉണ്ടാവും. അത് ലാസ്റ്റ് സമയത്ത് ഞാൻ ജയിക്കും എന്നുള്ളത് തന്നെ എൻ്റെ പ്രതീക്ഷ, പൂർണ്ണ പ്രതീക്ഷ ജയിക്കും എന്നുള്ളത് തന്നെയാണ്. എൻ്റെ വാർഡിലെ ആളുകൾ അങ്ങനെയാണ്. എനിക്കിപ്പോൾ ഇപ്പോഴത്തെ കിട്ടുന്ന റെസ്പോൺസ് അങ്ങനെയാണ്. ആളുകൾ എന്താ ഇപ്പോൾ നീലക്കുളമ്പെന്നായാലും നമ്മളെ പൂതാനിക്കുളമ്പെന്നായാലും കരിയമ്പറമ്പെന്നായാലും നമ്മളെ ഓടുപാറൊക്കെ ആയാലും അവിടെയൊക്കെ നമുക്ക് പ്രതീക്ഷ ഉണ്ട്. പ്രതീക്ഷകളാണ്, പൂർണ്ണ ബോധ്യമാണ്. ഇപ്രാവശ്യം അതൊരു എല്ലാ വാർഡും കുത്തകൊന്നല്ല, ആളുകൾ എന്താണോ തീരുമാനിക്കുന്നത് അതാണ്. പ്രാവശ്യം നമ്മൾ എന്തായാലും ജയിക്കും എന്നുള്ളതാണ്. ഏകദേശം ഇപ്പോൾ ഇത് രണ്ടാം റൗണ്ടാണ് തീരുന്നത്. രണ്ടാം റൗണ്ട് ഇപ്പം നടക്കുന്നത്. ഒന്നാം റൗണ്ട് ഏകദേശം കവർ ചെയ്തു, മൊത്തത്തിൽ കവർ ചെയ്തു. സ്വതന്ത്ര ചിഹ്നത്തിലായതുകൊണ്ട് എല്ലാവരും വോട്ടും കിട്ടുന്ന പ്രതീക്ഷ. അതാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ കാരണം. എൻ്റെ ചിഹ്നം കപ്പും ശാസ്ത്രമാണ്. സ്വതന്ത്ര ചിഹ്നത്തിൽ നിൽക്കാൻ കാരണം എല്ലാവരും വോട്ടും പാടെ സമാഹരിക്കണം വെച്ചിട്ടാണ്. അതാണ് വളരെ ആത്മവിശ്വാസത്തോടെയാണ് സൈതലവിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം മുന്നോട്ട് പോകുന്നത്. ശരീരത്തിനല്ല, മനസ്സിൻ്റെ കരുത്താണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ് അദ്ദേഹം. കുലാമന്തൂർ പഞ്ചായത്തിൽ 22ാം വാർഡിലെ സ്ഥാനാർത്ഥി രാജേഷ് മാസ്റ്റർ രാജേഷാണ് ചേരുന്നത്. ആത്മവിശ്വാസത്തോടെ മത്സരിക്കാവുന്ന ഒരു മണ്ഡലമാണ്. എങ്ങനെയാണ് ഈ ഒരു വാർഡിൻ്റെ പ്രതീക്ഷ? അല്ല, ഈ കേരളത്തിലെ എല്ലാ ഇടതുപക്ഷ സ്ഥാനാർത്ഥികളും ആത്മവിശ്വാസത്തോടെയാണ് മത്സരിക്കുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് എന്ന നിലയ്ക്ക് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ള, അതുപോലെ തന്നെ പഞ്ചായത്ത് ഭരണസമിതി നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്കൊരു വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്തായാലും ഉണ്ട്. അതിപ്പോൾ സ്ഥാനാർത്ഥി ആരായാലും ആ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾക്ക് കിട്ടും, അതിൽ യാതൊരു സംശയമില്ല. മറുവശത്ത് ഭിന്നശേഷിക്കാരനായ സ്ഥാനാർത്ഥിയാണ് UDFനോട് മത്സരിക്കുന്നത്. എങ്ങനെ കാണുന്നു മത്സരത്തെ? നല്ല മത്സരമായിട്ട് തന്നെയാണ് കാണുന്നത്. ഭിന്നശേഷി എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിയായിട്ട് കാണുന്നില്ല. ഭിന്നശേഷി ആയിട്ടുള്ള ഒരാളായിട്ട് പോലും ഒരു പൊതു സാമൂഹ്യ പ്രവർത്തനത്തിന് ഇറങ്ങുക എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അംഗീകരിക്കേണ്ട കാര്യമാണ്. ആ നിലയ്ക്ക് അദ്ദേഹത്തെ വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട്, വളരെ ബഹുമാനത്തോട് കൂടിയിട്ടാണ് കാണുന്നത്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ളൊരു പോരാട്ടമല്ല, രാഷ്ട്രീയ നിലപാടിൻ്റെയും അതുപോലെ തന്നെ ക്ഷേമവികസന പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു സർക്കാരിൻ്റെ പ്രചരണ പ്രവർത്തനം കൂടിയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. ആ നിലയ്ക്കാണ് ഇതൊരു രാഷ്ട്രീയ മത്സരമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പേ അല്ല. ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നു? കഴിഞ്ഞ പ്രാവശ്യം ലഭിച്ചൊരു ഭൂരിപക്ഷം ഉണ്ട്, അതിൽ കുറയാത്ത ഭൂരിപക്ഷം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സുവ്യക്തമായ നിലപാടാണ്, അഭിപ്രായങ്ങളാണ്, ഒപ്പം ആത്മവിശ്വാസവുമുണ്ട്. അതുകൊണ്ട് തന്നെ രാജേഷ് മാസ്റ്റർക്ക് വിജയത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കുന്നില്ല. CV അനുമോദ്, ന്യൂസ് 18. ഭർത്താവ് സ്വതന്ത്രനായി മത്സരിച്ച് മുന്നണികളെ മലർത്തിയടിച്ച മണ്ണിൽ ഇനി അംഗത്തിനിറങ്ങുന്നത് ഭാര്യ. മലപ്പുറം വളാഞ്ചേരി നഗരസഭയിലെ 32ാം വാർഡായ കോതോളിലാണ് വ്യത്യസ്തമായ ഈ അംഗം. നിലവിലെ കൗൺസിലർ സദാനന്ദൻ കോട്ടീരിയുടെ ഭാര്യ ജയ സദാനന്ദനാണ് ഇത്തവണ സ്വതന്ത്ര വേഷത്തിലെത്തുന്നത്. ഇലക്ഷനൊക്കെ ആണല്ലോ വരുന്നത്. ഡിസംബർ 11-ാം തീയതിയാണ് ഇലക്ഷൻ. അപ്പൊ എല്ലാവരും നേരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. ജയ സദാനന്ദനാണ് മത്സരിക്കുന്നത്. അപ്പൊ എല്ലാവരുടെയും പിന്തുണയും വോട്ടും നൽകി നല്ല ഭൂരിപക്ഷത്തിൽ തന്നെ ജയിപ്പിക്കണം. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെയെല്ലാം അമ്പരപ്പിച്ച വിജയമായിരുന്നു അന്നത്തെ 31ാം വാർഡായ കോതോളിൽ സദാനന്ദൻ കോട്ടീരിയുടേത്. 217 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലായിരുന്നു ജയം. ആകെ വോട്ടർമാരുടെ പകുതിയിലധികം വോട്ട് നേടിയാണ് അന്ന് സദാനന്ദൻ 3 മുന്നണികളെയും ഒരുപോലെ വിറപ്പിച്ചത്. 5 വർഷങ്ങൾക്കിപ്പുറം വാർഡിന്റെ ഭൂമിശാസ്ത്രം ആകെ മാറി. ജനറലായിരുന്ന വാർഡ് വനിതാ സംഭരണമായി. അങ്ങനെ ഇക്കുറി 32ാം വാർഡായ കോതോളിൽ സദാനന്ദൻ സ്വന്തം ഭാര്യ ജയ സദാനന്ദനെ അംഗത്തിനിറക്കാൻ തീരുമാനിച്ചു. കോതോളിൽ ഇക്കുറിയും ചതുഷ്കോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. 3 മുന്നണി സ്ഥാനാർത്ഥികൾക്കെതിരായി ഭാര്യയെ അംഗത്തട്ടിലിറക്കിയതിന് കാരണം തുടങ്ങിവെച്ച വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതിനൊപ്പം വാർഡിന്റെ സമഗ്ര വികസനം കൂടി ലക്ഷ്യം വെച്ചാണെന്ന് സദാനന്ദൻ കോട്ടീരി പറഞ്ഞു. കഴിഞ്ഞ തവണ 3 മുന്നണികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് സദാനന്ദൻ കോട്ടീരി മത്സരിച്ചത്, വിജയിച്ചത്. അതുപോലെ തന്നെ ഇത്തവണയും സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് തന്നെയാണ് മത്സരരംഗത്ത് പ്രവേശിച്ചിട്ടുള്ളത്. എല്ലാ വിഭാഗം ആളുകളുടെയും എല്ലാ മുന്നണികളുടെയും
മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണയാണ് ഞങ്ങൾ അപേക്ഷിക്കുന്നത്. ഈ വാർഡിൻ്റെ സമഗ്ര വികസനത്തിന് വേണ്ടിയാണ് വാർഡിൽ നിലവിലുള്ള 922 വോട്ടർമാരും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്കുണ്ടാകണം. നമുക്ക് ഒരുമിച്ച് ഈ വാർഡിൻ്റെ വികസനം സാക്ഷാത്കരിക്കണം എന്നുള്ളത് തന്നെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. അതിനാവശ്യമായ പിന്തുണ എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഭർത്താവിന്റെ പ്രവർത്തനങ്ങളിലെ സജീവ പങ്കാളിത്തമാണ് തന്നെയും തെരഞ്ഞെടുപ്പ് ഗോതയിൽ എത്തിച്ചതെന്ന് ജയയും പറഞ്ഞു. വാർഡിന്റെ വികസന സ്വപ്നങ്ങളുടെ പൂർത്തീകരണമാണ് ലക്ഷ്യമെന്നും ജയ സദാനന്ദൻ. സ്വന്തം സ്ഥാനാർത്ഥിയായിട്ട് അപ്പോൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി നമുക്ക് ജയിച്ചു പോരണം. അപ്പോൾ അതിനുള്ള പിന്തുണയും സപ്പോർട്ടും ഒക്കെ തരണം. നല്ല സപ്പോർട്ടും കേട്ടാ. സദാനന്ദൻ കോട്ടീരി എന്ന വ്യക്തിയുടെ പിൻബലത്തിൽ തന്നെയാണ് ഞാൻ മത്സരിക്കാൻ നിൽക്കുന്നത്. അതിൻ്റെ തുടർച്ചയായി കുറേ വികസനങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ഞാനും നിൽക്കുന്നത്. പിന്നെ ജനങ്ങളൊക്കെ സപ്പോർട്ട് തന്നെയാണ്. എല്ലാവരും നല്ല പ്രതീക്ഷ തന്നെയാണ്. 2020 922 വോട്ടർമാരുണ്ടായിരുന്ന വാർഡിൽ LDF 144 UDFന് 134 BJP 100 വോട്ടുകൾ നേടിയിരുന്നു. ഇത്തവണ ജയയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയായതോടെ കടുത്ത ചതുഷ്കോണ മത്സരമാണ് കോതോളിൽ നടക്കുന്നത്. എതിർ സ്ഥാനാർത്ഥികളായി LDFിൽ നിന്നും അഡ്വക്കേറ്റ് സുപ്രിയ മനോജ്, UDFിൽ നിന്നും സുഹറാപ്പി, BJപിയിൽ നിന്നും ഷീല എന്നിവരാണ് മത്സരിക്കുന്നത്. ശക്തമായ വെല്ലുവിളി ഉയരുന്ന തെരഞ്ഞെടുപ്പിൽ ഭർത്താവിന്റെ ജനപിന്തുണയും വികസനങ്ങളും വിജയമൊരുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ജയ സദാനന്ദൻ. ന്യൂസ് 18 തിരൂർ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മൾ പല രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ കാണാറുണ്ട്. അതിൽ വ്യത്യസ്തമായ ഒന്നിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. പാലക്കാട് കുമ്പാര ഭാഷയിൽ ചുവരെഴുത്ത് നടത്തി തെരഞ്ഞെടുപ്പ് പ്രചാരണം. പാലക്കാട് ഷൊർണൂരിലാണ് നഗരസഭയുടെ 15ാം വാർഡായ ചുടുവാലത്തൂരിൽ BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇങ്ങനൊരു പ്രചാരണം. മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്ന ഭാഗത്താണ് ലിപികളില്ലാത്ത കുമ്പാര ഭാഷയെ മലയാളത്തിലാക്കിയുള്ള ചുവരെഴുത്ത്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഷൊർണൂറിന് BJP സ്ഥാനാർത്ഥിത JP ചവല. ഇങ്ങനെയൊരു ചുമരെഴുത്ത് കണ്ട് വഴിയാത്രക്കാർ പലരും കരുതി എഴുത്തുകാരന് തെറ്റുപറ്റിയതാകുമെന്ന്. മറ്റു ചിലർ അടുത്തു ചെന്ന് പലതവണ വായിച്ചു നോക്കി. പിന്നെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായത്. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നർത്ഥം വരുന്ന കുംഭാര ഭാഷയിലുള്ള ചുമരെഴുത്താണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് കുംഭാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിന്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഷയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ. ഇതിൽ ലിപിയില്ല. ഇതിലെല്ലാം മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാം കൂടിയതാണ്. നമുക്ക് ആ വാർത്തയിലേക്ക് പിന്നീട് വരാം. ഇപ്പോൾ ഇതാ രമേശ് ചെന്നിത്തല മാധ്യമങ്ങളെ കാണുന്നു. എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി മൗനം പാലിക്കുന്നത്? ശബരിമലയെ തകർക്കാൻ വളരെ ബോധപൂർവമായ നീക്കമാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നമ്മൾ കണ്ടത്. അതിന് ഇതുവരെ മുഖ്യമന്ത്രി പുറകോട്ട് പോയിട്ടില്ല. അപ്പം മുഖ്യമന്ത്രിയുടെ മൗനം ദുരൂഹമാണ്. ഏതായാലും ഇതിൻ്റെ ഞങ്ങൾ ഓരോ വശങ്ങളും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വർണ്ണക്കൊള്ളയിൽ നീതിയും ന്യായവും നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും കോൺഗ്രസ് പാർട്ടിയും UDFും മുന്നോട്ട് പോകും. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടിക്ക് നീതി കിട്ടുമോ? ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഞാൻ പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. വീണ്ടും അത് ഞാൻ ആവർത്തിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. 2 CPM നേതാക്കന്മാർ ജയിലിൽ കിടന്നിട്ട് ഇതുവരെ അവരുടെ പേരിൽ ഒരു അച്ചടക്ക നടപടി എടുക്കാൻ ഞങ്ങൾ അങ്ങനല്ലോ ചെയ്തത്. ഞങ്ങൾ അങ്ങനെയല്ലോ. ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങനെയല്ലോ പറഞ്ഞത്, ഞങ്ങൾ അങ്ങനെയല്ലോ ചെയ്തത്. 2 നേതാവ്, മുൻ MLA ആയ ശ്രീ പത്മകുമാർ, മുൻ എല്ലാ രംഗത്തും CPMന്റെ ഏറ്റവും ഉയർന്ന
നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ള വാസു, രണ്ടുപേരും ജയിലിൽ കിടന്നിട്ട് CPM എന്ത് നടപടിയാണ് എടുത്തത്? CPMനാണ് ഇരട്ടത്താപ്പ്, ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പും ഇല്ല. ഒരു പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾ സ്വീകരിക്കേണ്ട എല്ലാ കാര്യം സ്വീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എനിക്ക് അതിനെപ്പറ്റി ഒന്നും പറയാം. പെൺകുട്ടിയുടെ ഒപ്പമാണോ അങ്ങടക്കമുള്ള നേതാക്കള്? നിയമം നിയമത്തിന്റെ വഴിക്കുമോ? ലോ വിൽ ടേക്ക് ഇറ്റ്സ് ഓൺ കോഴ്സ്. അല്ലല്ല, അങ്ങനെ കോൺഗ്രസിന്റെ ഒരു പിന്തുണയും കൊടുത്തിട്ടില്ല, ഔദ്യോഗികമായ ഒരു പരിപാടിയിലും ഇല്ല. ഇത്തരക്കാരെ കയ്യാമം വെക്കേണ്ടതല്ലേ? അങ്ങയുടെ ഒരു നിലപാട് എന്താണ്? ഇത്ര ഒരു പെൺകുട്ടി പരാതി പറയുമ്പോഴേ ഇത്തരക്കാരെ കയ്യാമം വെക്കേണ്ടതല്ലേ? അങ്ങേക്കത് എല്ലാവർക്കും അവസരം കൊടുക്കും. അല്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, അതിൽ അങ്ങേക്കൊരു തീരുമാനം? ഞങ്ങളുടെ നിലപാട് പറഞ്ഞതാണ്. ഇതിനപ്പുറത്തേക്ക് അതേ സംബന്ധിച്ച് എനിക്കൊന്നും പറയാം. ഒരു പെൺകുട്ടിയുടെ പരാതി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ഇതേ സംബന്ധിച്ച് ആദ്യം മുതലേ ഞാനൊരു നിലപാടെടുത്ത ആളാണ്. അത് ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതിനപ്പുറത്തേക്കൊന്നും പറയാനില്ല. അതൊക്കെ വരട്ടെ, അത് വരട്ടെ. ഈ വിഷയത്തിൽ പറയാനുള്ളതൊക്കെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി CPM എന്താണ് ചെയ്യുന്നതെന്ന് കാണട്ടെ. 2 നേതാക്കൾ ജയിലിലുണ്ടല്ലോ, അവർക്കെതിരെ പാർട്ടി എന്ത് നടപടിയാണ് എടുത്തത്? കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതിൽ ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത് പാലക്കാട്ടെ കുംഭാര ഭാഷയിലുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെക്കുറിച്ചാണ്. ഈ മൺപാത്ര നിർമ്മാണം നടത്തുന്നവരാണ് കുംഭാര സമുദായക്കാർ. അവർക്ക് സ്വന്തമായി ലിപി ഇല്ലാത്തൊരു ഭാഷയാണ്, അതാണ് കുംഭാര ഭാഷ. ആ ഭാഷയിൽ ഒരു ചുവരെഴുത്ത് പെട്ടെന്ന് ഷൊർണൂരിൽ വല്ലതും ശ്രദ്ധയിൽപ്പെട്ടാൽ അത്ഭുതപ്പെടേണ്ട, അത് ആ ലിപി ഇല്ലാത്ത ഭാഷയ്ക്ക് വേണ്ടിയുള്ള ചുവരെഴുത്താണ്. വികസന തുടർച്ചയ്ക്ക് വേണ്ടി ഷൊർണൂറിന് BJP സ്ഥാനാർത്ഥിത JP ചവല. ഇങ്ങനെ ഒരു ചുമരെഴുത്ത് കണ്ട് വഴിയാത്രക്കാർ പലരും കരുതി എഴുത്തുകാരന് തെറ്റുപറ്റിയതാകുമെന്ന്. മറ്റു ചിലർ അടുത്തു ചെന്ന് പലതവണ വായിച്ചു നോക്കി. പിന്നെയാണ് ആളുകൾക്ക് കാര്യം മനസ്സിലായത്. വാർഡിന്റെ വികസന തുടർച്ചയ്ക്കായി ഷൊർണൂരിലെ BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക എന്നർത്ഥം വരുന്ന കുംഭാര ഭാഷയിലുള്ള ചുമരെഴുത്താണിത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആദ്യമായാണ് കുംഭാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഈ ഭാഷ ഞങ്ങളുടെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ കുഴത്തൊഴിലിന്റെ ഒരു ഭാഷയാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ ഭാഷയാണ്. അപ്പൊ അത് ഞങ്ങൾക്ക് മാത്രമേ വായിക്കാനും പറ്റുള്ളൂ. ഇതിൽ ലിപിയില്ല. ഇതിൽ എല്ലാം മലയാളം, തമിഴ്, തെലുങ്ക് എല്ലാം കൂടിയതാണ്. ഇത് ആദ്യമായിട്ടാണ്. ഇനിയിപ്പോ ഇതേമാതിരി ഇപ്പൊ എല്ലാ സ്ഥലത്തും എഴുതാൻ പോവാണ്. ഷൊർണൂർ നഗരസഭയിലെ 15ാം വാർഡ് ചുടുവാലത്തൂരിൽ BJP സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന K രേവതിക്ക് വേണ്ടിയാണ് ഇത്തരത്തിലൊരു വേറിട്ട ചുമരെഴുത്ത്. വാർഡിൽ 40ഓളം മൺപാത്ര നിർമ്മാണ തൊഴിലാളികൾ താമസിക്കുന്നുണ്ട്. ഇവർ സംസാരിക്കുന്ന കുംഭാര ഭാഷയ്ക്ക് പ്രത്യേക ലിപികളില്ല. അതിനാൽ തന്നെ സംസാര ഭാഷയെ മലയാളത്തിലാക്കിയാണ് ചുവരെഴുതിയിരിക്കുന്നത്. ഈ ഏരിയയിൽ ഏറ്റവും കൂടുതൽ മൺപാത്ര തൊഴിലാളികളാണ് കൂടുതലുള്ളത്. അവർക്ക് അവരുടെ ഭാഷയുടെ രീതിയിൽ അവരോട് സ്നേഹം കാണിക്കുന്ന രീതിയിലുള്ള ഒരു ലിപി ഇല്ലാത്തൊരു ഭാഷയാണ് അവരുടെ. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇതേപോലെ എഴുതിയിരിക്കുന്നത് ഇവിടെ. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പ്രസാദമായിട്ട് അത്രയും അവരുടെ കൂടെ നിന്ന് പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയും അത് തുടർന്നും ഉണ്ടാവും എന്നുള്ളതാണ് ഈ വാക്കുകളിലൂടെ നമുക്ക് പ്രകടമാവുന്നത്. പുറത്തുനിന്ന് വരുന്ന ആളുകൾ ഇത് വായിക്കാൻ പ്രയാസപ്പെടുമെങ്കിലും ആ പ്രദേശത്തെ ആളുകൾക്ക് ഇതൊരു പ്രശ്നമല്ല. നഗരസഭയിലെ കുമ്പാരൻ കട്ടി വാർഡിലും BJP സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഇത്തരത്തിൽ കുമ്പാര ഭാഷയിൽ ചുമരെഴുത്ത് നടത്തിയിട്ടുണ്ട്. BJP മാത്രമാണ് ഇത്തരത്തിൽ വേറിട്ടൊരു ചുമരെഴുത്ത് നഗരസഭയിൽ പരീക്ഷിച്ചത്. പാലക്കാട്. സെന്യാർ ചുഴലിക്കാറ്റിന്റെ ആശങ്ക ഒഴിഞ്ഞതോടെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടിരിക്കുന്നു. ഇതിന്റെ പേരാണ് ഡിറ്റ്വ. ശ്രീലങ്കൻ തീരത്തിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന അതിതീവ്ര ന്യൂനമർദ്ദമാണ് ചുഴലിക്കാറ്റായി ശക്തി പ്രാപിച്ചത്. നവംബർ 30ഓടെ ഡിറ്റ്വ വടക്കൻ തമിഴ്നാട്, പുതുച്ചേരി, തെക്കൻ ആന്ധ്രാപ്രദേശ് തീരങ്ങളെ ബാധിക്കാൻ സാധ്യതയുണ്ട്.
ഇവിടങ്ങളിൽ തീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് മുന്നറിയിപ്പ്. പുതുച്ചേരിയിലും തമിഴ്നാട്ടിലെ 7 ജില്ലകളിലും NDRF, SDRF സംഘങ്ങളെ വിന്യസിച്ചതായി സർക്കാർ അറിയിച്ചു. അതീവ ജാഗ്രതാ മുന്നറിയിപ്പാണ് ഉള്ളത്. ഡിറ്റ്വ കേരളത്തിന് ഭീഷണിയാകില്ലെന്നാണ് സൂചന. ഹോങ്കോങ്ങിലെ തായ്പോ ജില്ലയിൽ പാർപ്പിട സമുച്ചയത്തിന് തീപിടിച്ചു മരിച്ചവരുടെ എണ്ണം 100 കടന്നു. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് വിവരം. 300ഓളം പേരെ കാണാനില്ല. നിരവധി പേർ കെട്ടിടത്തിനുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. വാങ് ഫുക് കോട്ട് ഹൗസിംഗ് കോംപ്ലക്സിലെ 32 നില കെട്ടിടത്തിൽ 7ഓളം ബ്ലോക്കുകളിൽ തീ പടർന്നുവെന്നാണ് പ്രാഥമിക നിഗമനം. ഇതോടെ 9 മണി വാർത്ത പൂർണ്ണമാവുകയാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ വളരെ വിശദമായി ആഴത്തിൽ തന്നെ ചർച്ച ചെയ്യാം. പ്രതികരണങ്ങളിലേക്ക് പോകാം. ന്യൂസ് ട്രെൻഡ്സ് കാണാം. ഇടവേളയ്ക്ക് ശേഷം.